Hi all, welcome back to another long video from the Nettos and this is Tuesday morning. രാവിലെ എണീറ്റ് കോഫിക്ക് മുന്നേ ഇത്തിരി വെള്ളം കുടിക്കാനായിട്ട് ഞാൻ ഈ ഇടയായിട്ട് ഒന്ന് ശീലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് നാളായി ഞാനൊരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടും എഡിറ്റ് ചെയ്തിട്ടും ഒക്കെ. ഷോർട്സിന് കിട്ടുന്ന റീച്ച് ലോങ് വീഡിയോയ്ക്ക് കിട്ടാത്തത് തന്നെയാണ് മിക്ക ആൾക്കാരെ കൊണ്ടും ലോങ് വീഡിയോ എടുക്കാനായിട്ട് ചെറിയൊരു മടുപ്പ് തോന്നിപ്പിക്കുന്നത്. എൻ്റെ കാര്യത്തിലും ഏറെക്കുറെ അത് തന്നെയാണ് റീസണും. എന്നാൽ ഷോർട്സ് വീഡിയോ എടുക്കുന്നതിനേക്കാളും ഡബിളെന്നും പറഞ്ഞാൽ പോരാ, ഇരട്ടി എഫേർട്ട് വേണം ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും പിന്നീട് വോയിസ് ഓവർ കൊടുക്കാനും. കോഫിയൊക്കെ റെഡിയായ സ്ഥിതിക്ക് ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായ കടൽ ഓഫ് ദി ഡേ കാണാം. ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാൽ നമ്മളങ്ങ് നിന്ന് പോകത്തതേ ഉള്ളൂ. പലപ്പോഴും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ചാനലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആദ്യം കാണിച്ച കടലിൻ്റെ വ്യൂ ഒക്കെ എനിക്ക് ഓർമ്മ വരും. ആലൻ എണീറ്റ് വരുന്നതേ ഉള്ളൂ പോകാനായിട്ട്. ഞാൻ ഫ്രണ്ട് ഡോറൊക്കെ തുറന്നിട്ട് ആലനുള്ള കോഫിയും കൂടെ എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇലയടയാണ്. ഇന്നലെ സന്ധ്യയ്ക്ക് തന്നെ കുക്കു പീപ്പി ഉണ്ടാക്കുന്ന ഇല, അവൻ അതിനങ്ങനെയാണ് പറയുന്നത്. 4 ഇല പിച്ചിക്കൊണ്ട് വന്നിരുന്നു. മമ്മ ഇത് വെച്ച് ഇലയ്ക്കകത്ത് ശർക്കരയും തേങ്ങയും വെച്ചിരിക്കുന്ന സാധനം ചെയ്യണം എന്നും പറഞ്ഞിട്ട്. ശങ്കര ചേർക്കുന്നതെല്ലാം പിന്നെ നിലുവിനും ഇഷ്ടമാണ്. ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാനായിട്ട് 4 ഇലയട ധാരാളം. മധുരം ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം കഴിക്കാതിരിക്കാൻ എന്നെ തന്നെ നിയന്ത്രിക്കും. ലിലിയംച്ചയുടെ വീട്ടിൽ നിന്ന് അവൻ 4 ഇലയും കൊണ്ട് വന്നപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ഞാൻ അവനെ കുറച്ചധികം ഇല എടുക്കാൻ പറഞ്ഞു വിടാതിരുന്നത്. ഈ ബോട്ടിൽസൊക്കെ പ്രത്യേകിച്ച് മേലെ ഇരിക്കുന്നത് ഞാൻ എപ്പോഴും എടുക്കുന്നതല്ലല്ലോ. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് വെക്കും. അതിൻ്റെ ബോഡി മെറ്റൽ ആയതുകൊണ്ട് തുരുമ്പെടുക്കുമെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. പക്ഷേ എന്തോ നല്ല കോട്ടിംഗ് ഒക്കെ ആണെന്നാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നത്. പെട്ടെന്ന് റസ്റ്റാവുന്ന സാധനം അല്ല എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പിന്നെ അങ്ങനെയാണ്. കടലിൻ്റെ അടുത്ത് താമസിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പെട്ടെന്ന് തുരുമ്പെടുക്കുന്നത് തന്നെയാണ്. പുതിയ വണ്ടിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിൽ വണ്ടിയിൽ തുരുമ്പ് പിടിക്കും. ഞാൻ ഇലയട ഉണ്ടാക്കുന്നത് ഇടിയപ്പത്തിൻ്റെ മാവിലാണ്, ഈസി ഇടിയപ്പം പൊടിയുടെ മാവിൽ. അതിൻ്റെ കൂടെ ഒരല്പം മൈദയും കൂടെ ചേർക്കും. ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴയ്ക്കും. 2 പേർക്കും ലഞ്ചിന് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് ഞാൻ മൊമോസാണ് എടുക്കുന്നത്. മൊമോസ് മേക്കറിൽ ഒരു തട്ടിൽ ഇലയടയും ഒരു തട്ടിൽ മൊമോസും കൂടെ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റുമായി അവരുടെ ലഞ്ചുമായി. 2 പേരെയും സ്കൂളിൽ വിട്ടിട്ട് പതുക്കെ ഇവിടുത്തെ ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ ഇതേ ഇലയിലേക്ക് മാവ് നന്നായിട്ട് പരത്തി തേങ്ങയും ശർക്കരയൊക്കെ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പണികളൊന്നും രാവിലെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഒരുപാട് നേരം പോവും. 4 ഇലയിലേക്ക് മാവ് പരത്തിയപ്പോഴേക്ക് മാവ് തീർന്നു. പിന്നെ ഒരു 2 സ്പൂൺ ശർക്കരയും തേങ്ങയും ബാക്കിയിരിപ്പുണ്ട്. അത് പിന്നെ എനിക്ക് ബോണസ്. അതിലേക്കൊരു സ്പൂൺ എടുത്തിട്ട് ഞാനതങ്ങ് കഴിച്ചു തീർത്തു. മൊമോസ് ഞാൻ 5ഉം 4ഉം 9 എണ്ണമാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 5 എണ്ണം കുക്കുവിന് കൊണ്ടുപോകാൻ, 4 എണ്ണം നിലുവിന് കൊണ്ടുപോകാൻ. എഗ്ഗ് ഞാൻ നേരത്തെ തന്നെ സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുത്തിരുന്നു. ഇനിയിപ്പോൾ മൊമോസൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് സ്നാക്സ് ബോക്സ് അങ്ങ് പാക്ക് ചെയ്തെടുക്കാം. ഈ പറഞ്ഞ അതേ പേടി എനിക്ക് ഈ ബ്രെഡ് ബോക്സിൻ്റെ കാര്യത്തിലും ഉണ്ട്. തുരുമ്പെടുക്കാൻ ചാൻസസ് ഉണ്ട്. അത് എടുത്താലും ഇല്ലേലും മിക്ക ദിവസവും വൈകുന്നേരം ഞാനത് മൊത്തത്തിലൊന്ന് വൈപ്പ് ചെയ്ത് തിരിച്ചു വെക്കാറുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്ന ആ വുഡൻ റാക്കില്ലേ, അതിൻ്റെ 2 സൈഡിലെ മെറ്റൽ ബോഡിയിലും ചെറുതായിട്ട് തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. സുനാമി വന്നപ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നു എന്നാണ് പിന്നീടുള്ള ഹൈലൈറ്റ് കമൻറ്റ്. സുനാമി വന്നപ്പോൾ നമുക്കിവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. നമ്മളോടൊക്കെ വെക്കേറ്റ് ചെയ്യണം, നമ്മൾ സ്കൂളിൽ പോയി താമസിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് പേര് പോയി, കുറച്ച് പേര് പോയില്ല. ഇവിടെ സുനാമി വന്നിട്ടുമില്ല. കടൽ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് കുടിലുകളും ഈ സീ ഡയമണ്ട്സിൻ്റെ ക്ലബ്ബും ഇതൊക്കെ കടൽ കൊണ്ടുപോയത് തന്നെയാണ്. പിന്നീട് ഈ പുലിമുട്ടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഇതുവരെ അത്ര ഭീകരമായിട്ടൊരു കടലാക്രമണം ഉണ്ടായിട്ടില്ല. റോഡിൻ്റെ കുറച്ച് പോർഷനൊക്കെ കടലെടുത്ത് തന്നെയാണ് പോയത്. പിന്നെ പേടി അതില്ല. ഞാൻ ജനിക്കുമ്പോൾ തൊട്ട് ഞാൻ കാണുന്നതാണ് ഈ കടലിനെ. എന്നുവെച്ചാൽ നടുക്കടലിലൊക്കെ പോയി നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല പേടിയുണ്ട്. ഇവിടെ താമസിക്കാൻ ഒരു പേടിയില്ല. സ്നാക്സ് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഇതേ ലഞ്ച് റെഡിയായി. മൊമോസ് എടുത്ത് 2 പേരുടെയും ലഞ്ച് ബോക്സിൽ വെച്ചു. ബോയിൽ ചെയ്ത എഗ്ഗ് ഉപ്പും പെപ്പറും ഇട്ട് വെച്ചിട്ടുണ്ട്. മൊമോസിൻ്റെ സോസിന് കുറച്ച് എരിവ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അതിൽ ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. 2 പേരുടെയും ലഞ്ച് പാക്ക് ചെയ്തു. ലഞ്ച് ബോക്സസ് കിറ്റിൽ വെക്കുമ്പോൾ ഞാൻ ലഞ്ച് ടവൽ ഈ ലഞ്ച് ബോക്സിൻ്റെ തൊട്ട് മേലെയായിട്ടാണ് വെക്കുന്നത്. സ്നാക്സ് ബോക്സ് അതിന് മേലെയായിട്ടും, അല്ലെങ്കിൽ ഈ പ്രിൻ്റ് പോവും. അതിങ്ങനെ കിടന്ന് ഉരയുമ്പോൾ ലഞ്ച് ബോക്സിൻ്റെ മീതെയുള്ള ആ ഒരു പെയിൻറ്റും പ്രിൻറ്റും ഒക്കെ പതുക്കെ ഇളകി തുടങ്ങും. നിലുവിൻ്റെതാണെങ്കിൽ ഏകദേശം ഒരു തീരുമാനം ആയിട്ടിരിക്കുകയാണ്. അവനല്ലേ ആള്.
കിറ്റൊക്കെ റെഡിയാക്കി വാട്ടർ ബോട്ടിലും ബാഗിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇലയുടെയൊക്കെ എടുത്ത് വെച്ചു. എടുത്തുകൊണ്ട് വരുമ്പോൾ ചെറുതെന്നല്ല കുറച്ച് നിലവിളി ഉണ്ടായിരുന്നു. ഇന്നലെ ഉറങ്ങിയപ്പോൾ താമസിച്ചു. നേരത്തെ ഉറങ്ങിയാൽ ഈ നിലവിളി ഇല്ല. എന്നാൽ നേരത്തെ ഉറങ്ങാൻ പറഞ്ഞാൽ അത് ചെയ്യുമോ? അത് ചെയ്യത്തതുമില്ല. കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഇവിടെ ഓരോ പാട്ടുണ്ട് കേട്ടോ. നിലുവിന് നീലോത്തി എന്ന് പറഞ്ഞ പാട്ട് അതിട്ടിട്ട് നിലുവിനെ ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ കളിയാക്കും. കുക്കുവിനാണെങ്കിൽ കുക്കു കുക്കു ആ പാട്ടാണ് ഇടുന്നത്. രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഫ്രിഡ്ജിലിരുന്ന ഫിഷൊക്കെ ഞാനെടുത്ത് വെളിയിൽ വെച്ചു. ഇവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞുറക്കമുണ്ട്. അതും കഴിഞ്ഞ് എണീക്കുമ്പോഴേക്ക് മീൻ ഐസൊക്കെ പോയിരിക്കും. നേരത്തെ റെഡി ആയാൽ രണ്ടുപേർക്കും അപ്പ ബോട്ട് കാണാൻ പോകണം. സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങി നോക്കിയപ്പോൾ എനിക്കും തോന്നിപ്പോയി കാണണമെന്ന്. ഒത്തിരി വള്ളങ്ങളുണ്ടായിരുന്നു. എല്ലാം ഇങ്ങടുത്ത് ഒരുപാട് മീനുണ്ടെന്ന് തോന്നുന്നു. ഇനിയും നിന്നാൽ നിലുവിൻ്റെ ഓട്ടോ പോവും. അതുകൊണ്ട് രണ്ടുപേരെയും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതുമല്ല, വെയിൽ ഇനി കൂടി വരും. പിന്നെ എനിക്ക് തലവേദന വരും. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ കയറിയപ്പോൾ തന്നെ കുക്കുദേ സ്കൂളിലേക്ക് ഇറങ്ങിയിരുന്നു. നിലുവിൻ്റെ ഓട്ടോ വരുന്നതേ ഉള്ളൂ. 9:15 രണ്ടുപേരും സ്കൂളിലേക്ക് പോവും. എന്നിട്ട് ഞാൻ നേരെ പോയി 11 മണിക്ക് ഒരു അലാം വെച്ചിട്ട് ഇതുപോലെ കിഡ്സ് റൂമിൽ കയറി കിടക്കും. ചെറിയൊരു നാപ്പ് കിട്ടും. നല്ല സുഖമാണ് അങ്ങനെ ഉറങ്ങാൻ. ആ ഒരു നിദ്ര കഴിഞ്ഞെണീറ്റ് ഉച്ചയ്ക്കത്തെ പരിപാടികൾ തുടങ്ങാം. അമരം പയർ മാത്രമായിട്ട് തോരൻ വെച്ചാലും മെഴുക്ക് പുരട്ടി വെച്ചാലും എനിക്കെന്തോ ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട്. അമരം പയറിനൊരു കയ്പുണ്ട്. അത് മാറാനായിട്ട് ഞാൻ ഇതുപോലെ പയർ ചേർത്താണ് അമരം പയർ തോരൻ വെക്കുന്നത്. അമരം പയർ ഞാൻ മേടിക്കാറേ ഇല്ല. കഴിഞ്ഞ ദിവസം വാവയെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഒരു കട എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ മരത്തുന്നതേ ഇപ്പോൾ പൊട്ടിച്ച മാതിരി ഇരിക്കുന്നു. വെണ്ടയ്ക്കയും അമരം പയറും ഒക്കെ കണ്ടിട്ട് നമുക്കങ്ങ് എടുക്കാൻ തോന്നുന്നു. ഫാം ഫ്രഷ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് ഫ്രഷ്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ഇറങ്ങി കുറച്ച് പച്ചക്കറികൾ മേടിച്ചു. അക്കൂട്ടത്തിൽ അമരം പയറും മേടിച്ചപ്പോഴേ പയറും കൂട്ടി തോരൻ വെക്കണം എന്ന് തന്നെയായിരുന്നു മനസ്സിൽ. വെന്ത് വന്ന പയറിലേക്ക് ഇത്രയും വെള്ളം വേണ്ട കേട്ടോ. കുറച്ച് വെള്ളം മാറ്റിയിട്ട് അതിലേക്ക് അമരം പയർ ചേർത്ത് അതൊന്നും കൂടെ ഒരു വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി തോരനുള്ള അരപ്പ് റെഡിയാക്കാം. മീൻകറിക്ക് ഞാൻ ഇന്ന് പാൽമുളകാണ് എടുക്കുന്നത്, ഉണ്ടമുളക്. അതുകൊണ്ട് തന്നെ പയർ തോരന് ഞാൻ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഒരു വിസിലിൽ അമരം പയറും വേവും. അതിലേക്ക് തോരൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് താളിച്ചിടാം. കുക്കറിൽ തന്നെ തോരൻ ഞാൻ വെച്ചിരിക്കുന്നില്ല. അത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് താളിച്ചത് ഇതിന് മീതേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുകയാണ് ചെയ്യാൻ പോണത്. നമുക്ക് മീനായിട്ട് ഇപ്പോൾ ഇരിപ്പുള്ളത് ചെറിയ അയിലയും ഇവിടെ താടയെന്ന് പറയും, പരന്ന സ്ലേറ്റ് മാതിരി ഇരിക്കുന്ന കുഞ്ഞു മീൻ. 2-3 താടയും അയിലയും എല്ലാം കൂടെ ഞാൻ വറുക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. താട തന്നെയാണ് കറി വെക്കുന്നത്. പച്ച അരപ്പിൽ വെക്കുന്നത് നല്ലതാണ്. ഇതിനെ ഞങ്ങളിവിടെ ഒറ്റക്കറി എന്നാണ് പറയുന്നത്. അരപ്പിലേക്ക് തക്കാളിയും മുളകും പിന്നെ ഇല്ലാത്ത കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. ചില നേരത്ത് വീട്ടിൽ എന്ത് ഇല്ലാതിരിക്കുന്നോ, എന്ത് അത്യാവശ്യമായിട്ടിരിക്കുന്നോ അത് നമ്മളിങ്ങനെ മറന്നു പോവും കടയിലൊക്കെ പോകുമ്പോൾ. മല്ലിയിലയും കറിവേപ്പിലയും എനിക്ക് ഇന്നലെ മേടിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ നേരത്ത് തലയിൽ അങ്ങനെ തോന്നത്തില്ല. എന്നാൽ വീട്ടിൽ മല്ലിയില ഇല്ലയെന്ന് എന്നെ 10 തവണ ഓർമ്മിപ്പിക്കാനായിട്ട് മല്ലിയില ഇല്ലയെന്ന് കാണിച്ചത് കൊള്ളാമെന്നുള്ള കമൻസ് മാത്രം മതി. എന്നിട്ടും ഓർത്തില്ല. കറിയൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് ഞാൻ പരലുപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു ചെറിയ ചടങ്ങും കൂടെ ബാക്കിയുണ്ട്. ചോറും കൂടെ ഒന്ന് തിളപ്പിച്ച് ഊറ്റണം. എൻ്റെ ക്ലിപ്പ് പൊട്ടിപ്പോയി കേട്ടോ. ഇപ്പം ഞാൻ അതുകൊണ്ട് ഊട്ടപാത്രത്തിലാണ് ഊറ്റുന്നത്. അതും ഞാൻ മറന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ഓർഡർ ചെയ്യണം. പിന്നെ ആ ക്ലിപ്പ് പൊട്ടിയതും ഇതേ റീസൺ കൊണ്ട് തന്നെയാണ്. തുരുമ്പെടുത്താണ് അത് പോയത്. താട ആയതുകൊണ്ട് തന്നെ ഞാൻ മീൻകറി ഒന്ന് താളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ സാധനം റീയൂസബിൾ ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ റീയൂസ് ചെയ്യാറില്ല. ഒരു കഷ്ണം കീറിയെടുത്താൽ മാക്സിമം അത് യൂസ് ചെയ്തിട്ട് അതങ്ങ് കളയാറാണ് പതിവ്. ഈ ബോട്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഇടുന്നത് പുൽത്തൈലവും ഡെറ്റോളും കൂടെ ഞാൻ കലക്കി വെച്ചതാണ്. അതങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡും അല്ല കേട്ടോ. എന്നിട്ട് കിച്ചണൊക്കെ നന്നായിട്ട് അങ്ങ് ക്ലീൻ ചെയ്തു. ഞാൻ പാത്രം കഴുകാറില്ല എന്നോ മറ്റോ ആരോ കമൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ചേച്ചി പാത്രങ്ങളൊക്കെ എടുത്ത് കടലിലേക്ക് എറിയുന്നൊരു ഷോർട്സ് ഉണ്ടായിരുന്നല്ലോ.
അത് കണ്ടില്ലേന്ന്. അയ്യോ, ഞാൻ ചിരിച്ചൊരു വഴിയായി. പക്ഷേ ആ കമൻറ്റ് ഇപ്പോൾ കാണുന്നില്ല. ഇനി ആര് ഡിലീറ്റ് ചെയ്തതാണെന്ന് അറിയത്തില്ല. ഞാൻ പാത്രങ്ങൾ കഴുകുന്നത് അത് ഞാൻ കാണിക്കാത്തതാണ്. 12 മിനിറ്റിനുള്ളിൽ ഈ വീട്ടിലെ കുട്ടികളെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വിട്ട് ചോറും കറിയും ഉണ്ടാക്കി ഞാനും ലഞ്ച് കഴിച്ച് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ പാത്രങ്ങൾ ഞാൻ കഴുകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾ വിശ്വസിക്കണം. ഈ അച്ചാറുകൾ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഇന്നലെ ആ കടയിൽ കണ്ട ചെറുനാരങ്ങയും ഈന്തപ്പഴവും ചേർന്നുള്ള അച്ചാറാണ് ഞാനിപ്പോൾ ഇന്നെടുത്തത്. സാവിയോച്ചിന് വയ്യാണ്ട് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. റോബിൻ ചേട്ടനാണെങ്കിൽ ഓട്ടത്തിലുമാണ്. ആലനെ വിളിച്ചപ്പോൾ മറ്റെന്തോ കാര്യത്തിനായിട്ട് പുറത്താണ്. പിന്നെ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞു ഒരു ഓട്ടോയിൽ ഇങ്ങ് പോരാനായിട്ട്. ആളെത്തിയിട്ടുണ്ട്. വേൾഡ് കപ്പിൻ്റെ ആഘോഷത്തിൻ്റെ ബാക്കിയാണോ എന്നറിയത്തില്ല. നല്ല പനിയുണ്ട്. വയറ് വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ച് അതിൻ്റെ നീര് കൊടുത്തു. അതോടെ ആൾ കിടന്നങ്ങുറങ്ങി. അപ്പോഴേക്ക് ആലൻ്റെ ഒരു കോള് വന്നു. എടുത്തപ്പോഴേക്ക് കൊച്ചുപപ്പയുടെ ശബ്ദം. കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, ഒന്ന് വൃത്തിയാക്കി ഫ്രൈ ചെയ്തിങ്ങ് കൊടുത്തു വിടാൻ. പിന്നെ ഞാൻ അതൊക്കെ കട്ട് ചെയ്തു. തല കളയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മീശ മാത്രം കളഞ്ഞാൽ മതിയെന്ന്. ഇങ്ങനെ കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുമെങ്കിലും ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ദേ ഈ ഒരു പിടിയോളവേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ക്ലീൻ ചെയ്ത് തീരുന്നതിൻ്റെ ഇടയിൽ 2 തവണ കോള് വന്നിട്ടുണ്ടായിരുന്നു, സാധനം തട്ടിൽ കയറിയോ എന്നും ചോദിച്ചിട്ട്. ചെസ് നമ്പരും കുത്തിയിങ്ങ് വിട്ടേക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാനൊന്നും നിന്നില്ല. അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്തിന് തന്നെ ഞാനിതെല്ലാം കൂടെ പിറക്കി വറുത്തങ്ങെടുത്തു. പ്ലേറ്റിങ്ങിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ഇരുന്നോട്ടെ എന്ന് കരുതി വറുത്ത ചെമ്മീനൊക്കെ എടുത്തിട്ടിട്ട് നമ്മൾ ഇത്തവണ മേടിച്ച ചെറിയുള്ളി ചെറിയ സവാളയായിരുന്നല്ലോ, അതിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് അതിന് മീതേക്ക് ഇട്ടു. അങ്ങനെ ചെമ്മീൻ പാടിയിലേക്ക്. നിലു എത്തിയിട്ടുണ്ടായിരുന്നു. കയ്യിലിരിക്കുന്നത് പ്ലെയിൻ ആണത്രേ. ക്ലാസ്സിലിരുന്ന് അവൻ ഉണ്ടാക്കിയതാണ്, എല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന്. പിള്ളേരുടെയൊക്കെ ബുക്കിൽ നിന്ന് പേപ്പർ കീറിയെന്നും പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്ക് മെസ്സേജ് വരും. ജീവിതത്തിൽ ആദ്യമായിട്ട് ID കാർഡ് കിട്ടുന്നതിൻ്റെ ശുഷ്കാന്തിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3:10 ആയപ്പോഴേക്ക് ആലനുള്ള ലഞ്ചും കൊടുത്തു. പിള്ളേർക്ക് 2 പേർക്കുള്ള ചോറുമായിട്ട് ഞാനങ്ങിരുന്നു. സാവിയോ ഇതുവരെ എണീറ്റിട്ടില്ല. പനി ഇപ്പോൾ കുറവുണ്ട്. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.